നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ മഹാദേവി വർമ്മയുടെ അതിമനോഹരമായൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് ബയ ഹമാരി ചിടിയ റാണി. ബയ നമ്മുടെ കിളി. ഈ കവിത മഹാദേവി വർമ്മ എഴുതിയതാണ്. ഇത് തൂക്കണാങ്കുരുവിയായ അഥവാ വീവർ ബേർഡ്, ഭയപക്ഷിയെക്കുറിച്ചുള്ള സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു ഭാവനയാണ്. കവി കിളിയെ റാണി അഥവാ രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. താൻ തൻ്റെ കൊക്കുകൊണ്ട് തൃണങ്ങൾ കൊണ്ടുവന്ന് മഹത്തായ ഒരു കൊട്ടാരം പണിയുന്ന കിളിയെ കവി വാഴ്ത്തുന്നു. കൂടാതെ കവിയും കിളിയും തമ്മിലുള്ള ഒരു ഉടമ്പടി ഇവിടെ പറയുന്നുണ്ട്. കിളി ദൂരെ പറന്നു പോകാതിരിക്കാൻ മുറ്റത്ത് ധാന്യങ്ങളും ജലസംഭരണിയിൽ, അതായത് ഹൗസിൽ, തണുത്ത വെള്ളവും നിറച്ചു കൊടുക്കാമെന്ന് പറയുന്നു. കിളി അടയിരുന്ന് മുട്ടകൾ വിരിയുമ്പോൾ, കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ വന്ന് മാറി മാറി അവർക്ക് സംരക്ഷണം നൽകുമെന്നും ഉറപ്പു നൽകുന്നു. കുഞ്ഞുങ്ങൾക്ക് ചിറകുമുളച്ച് പർ നിക്കലേങ്കെ, പറന്നുപോയി ഭയപക്ഷികളാകുമ്പോൾ കിളി വിഷമിക്കരുത്, കാരണം അപ്പോഴും അവർ കിളിയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത്. ഇനി കവിതയുടെ വരികൾ മലയാളത്തിൽ ഒന്ന് നോക്കാം. ബയ നമ്മുടെ കിളി, ബയ നമ്മുടെ പക്ഷിരാണി. തിൻകകൾ കൊണ്ട് മഹൽ ഉണ്ടാക്കുന്നവൾ, ഉയർന്ന കൊമ്പുകളിൽ കൂടുകൾ തൂക്കിയിടുന്നവൾ, പാടങ്ങളിൽ നിന്ന് ധാന്യം കൊണ്ടുവരുന്നവൾ, നദികളിൽ നിന്ന് വെള്ളം നിറച്ചു കൊണ്ടുവരുന്നവൾ. നിന്നെ ഞങ്ങൾ ദൂരെ പോകാൻ അനുവദിക്കില്ല, മുറ്റം നിറയെ ധാന്യങ്ങൾ ഇട്ടുകൊടുക്കും. ഇനി ജലസംഭരണിയിൽ ഞങ്ങൾ നിറയ്ക്കും മധുരമുള്ള തണുത്ത വെള്ളം. പിന്നെ നീ അടയിരുന്ന് മുട്ടകൾ വിരിയുമ്പോൾ, ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ വന്ന് മാറി മാറി അവർക്ക് സംരക്ഷണം നൽകും. പിന്നെ അവർക്ക് ചിറകു മുളയ്ക്കുമ്പോൾ, അവർ പറന്നുപോയി ഭയപക്ഷികളാകുമ്പോൾ ഞങ്ങൾ അപ്പോഴും നിന്റെ അടുത്തുണ്ടാകും. നീ കരയരുത് പക്ഷിരാണി. ബയ നമ്മുടെ പക്ഷിറാണി. ഈ കവിത എഴുതിയത് മഹാദേവി വർമ്മയാണ്. മഹാദേവി വർമ്മ 1907 മാർച്ച് 26 ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. ആധുനിക യുഗത്തിലെ ആധുനിക യുഗി പ്രശസ്തയായ കവയിത്രിയാണ് അവർ. ആധുനിക മീര എന്ന പേരിലാണ് പ്രശസ്ത. പ്രധാന കൃതികൾ യാമ, ശൃംഖല കി കടിയാം, അദീബ് കെ ചലച്ചിത്ര എന്നിവ അവരുടെ പ്രധാന കൃതികളിൽ ചിലതാകുന്നു. അവർക്ക് പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ യാമ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. ഈ കവിതയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാന പാഠം ജീവജാലങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും എങ്ങനെ ആയിരിക്കണം എന്നതാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.